എല്ലാവർക്കും നമസ്കാരം. JK ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പം തൊട്ട അയൽവക്കത്തായിട്ടുള്ള ഒരു രാജ്യത്ത് കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ പല രാജ്യങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന നമ്മുടെ സമൂഹവും നമ്മുടെ സോഷ്യൽ മീഡിയ വിങ്ങും നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ആധുനിക സമൂഹം തകർത്ത പല രാജ്യങ്ങളുടെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇത് തൊട്ട അയൽവക്കത്ത് കിടക്കുന്ന നമ്മുടെ ഭാഗമായിരുന്ന ഒരു രാജ്യത്തിന്റെ പ്രശ്നം സംസാരിക്കാൻ ഈ വർഷം സ്റ്റോറി ഇടാനോ സ്റ്റാറ്റസ് ഇടാനോ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയും ഞാൻ കണ്ടിട്ടില്ല. ഒരു ആധുനിക സമൂഹത്തിന്റെ പ്രതിനിധിയും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അങ്ങ് വിചാരിച്ചു ഇന്ന് നമ്മുടെ JK ടോക്സിന്റെ വിഷയം നമ്മുടെ ആ തൊട്ട അയൽവക്കത്തെ നമ്മുടെ ഭാഗമായിരുന്ന ആ രാജ്യത്തിനെ പറ്റി സംസാരിക്കാനാണ്. ഒരു രാജ്യത്തെ പറ്റി പറയുമ്പോൾ അതിന്റെ ചരിത്രം തൊട്ട് തന്നെ പറയണം. നമ്മുടെ ഭാരതത്തിന്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശം, ഭാരതത്തിലെ ബംഗാൾ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശം പിന്നീട് എങ്ങനെ മറ്റൊരു രാജ്യമായിട്ട് രൂപപ്പെട്ടു. അതിന് കാരണം എന്തൊക്കെയാണ് അതിന് സാഹചര്യം ഉണ്ടായത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടിയല്ലേ. പക്ഷെ സ്വാതന്ത്ര്യ സമരത്തിന് പോരാടിയവരുടെയും സ്വാതന്ത്ര്യ രക്തസാക്ഷികളുടെ മനസ്സിലും അവർക്ക് സ്വപ്നം കണ്ട ഒരു രാജ്യമായിരുന്നോ ഭാരതം സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോ കണ്ടത്? ഒരിക്കലുമല്ല. ഭാരതത്തിനെ കീറി മുറിച്ചു, 2 രാജ്യങ്ങളാക്കി. ഒന്ന് ഭാരതവും ഒന്ന് പാകിസ്ഥാനും. അങ്ങനെ പാകിസ്ഥാൻ മേഖലയ്ക്ക് വേർതിരിച്ച് സ്ഥലങ്ങൾ നൽകിയപ്പോ നമ്മുടെ ബംഗാളിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലം, ജനസംഖ്യയിൽ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലം പാകിസ്ഥാന്റെ ഭാഗമാക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ന് ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന രാജ്യം വിഭജനത്തിന് ശേഷം അറിയപ്പെട്ടിരുന്നത് കിഴക്കൻ പാകിസ്ഥാൻ എന്നായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഭൂപ്രദേശത്തായിരുന്നു ഭരണകാര്യങ്ങളെല്ലാം നിർവഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1600 കിലോമീറ്ററോളം ദൂരമുണ്ടായിരുന്നു പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും തമ്മിലുള്ള ദൂരം. അങ്ങനെ പടിഞ്ഞാറൻ പാകിസ്ഥാനും പല അവഗണനകളും ഈ കിഴക്കൻ പാകിസ്ഥാൻ നേരിടേണ്ടി വന്നത് കാരണം അവർ മറ്റൊരു രാജ്യത്തിനു വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ 1971 ഭാരതത്തിന്റെ പിന്തുണയോടെ തന്നെ നടന്ന യുദ്ധത്തിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ജയിക്കുകയും അതിന്റെ ഭാഗമായി ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുതിയൊരു രാജ്യം രൂപപ്പെടുകയും ചെയ്തു.